രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. കൈകേയി തന്റെ ദൃഢനിശ്ചയം ഉടനെ മന്ധരയോട് പറഞ്ഞു. കൗസല്യ പ്രതികാരം ചെയ്യും എന്ന മന്ധരയുടെ ഏഷണി അത് കൃത്യമായി കൈകേയിയുടെ ഹൃദയത്തില് മുറിവേൽപ്പിച്ചു. അത് ഫലിച്ചു. തുടർന്ന് കൈകേയി പറയാണ്, രാമനെ കാട്ടിലേക്ക് അയക്കണം, ഭരതനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ഇതെങ്ങനെ പെട്ടെന്ന് സാധിക്കും? അതിനുള്ള മാർഗം എന്താണ്? കൈകേയി ചോദിക്കാണ്. ഇതന്തിദാനീം സംപശ്യ കേനോപായേന സാധയേ. ഇത് ഇപ്പൊ തന്നെ ഒരു പ്രധാനപ്പെട്ടതായ മാർഗം കണ്ടെത്തി, പരിഹാരമാർഗം കണ്ടെത്തി നടപ്പിലാക്കേണ്ടതാണ്. ഏത് മാർഗത്തിലൂടെയാണ് ഇത് നടപ്പിലാക്കാൻ കഴിയുക? അല്ലയോ മന്ധരെ, നീ ഉടനെ തന്നെ അതിനുള്ള മാർഗം കണ്ടെത്തണം, ആ മാർഗം പറഞ്ഞു തരണം. അതിനനുസരിച്ചിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താ സാധിക്കേണ്ടത്? സാധിക്കേണ്ട ലക്ഷ്യം ഇതാണ്. ഭരത പ്രാപ്നുയാത് രാജ്യം ഭരതന് കിട്ടണം. നത് രാമ കഥഞ്ജന, ഒരിക്കലും രാമന് ഈ രാജ്യം കിട്ടരുത്. അതിനുള്ള ഉപായം എന്താണ്? നീ ചിന്തിക്ക്, എത്രയും വേഗം പറഞ്ഞു തരൂ. അതുടനെ തന്നെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചിരുന്നു, ആ ശുൽക്കത്തിന്റെ കാര്യം. കേകയൻ കൈകേയി വിവാഹം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് ദശരഥനോട് രാജ്യം ശുൽക്കം ചോദിച്ചിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. പക്ഷേ കേകയൻ രാജ്യശുൽക്കം ചോദിച്ചത് പരസ്യമായിട്ടായിരുന്നില്ല എന്ന് വ്യക്തം. എന്നാ അതിന്റെ തെളിവ് കൈകേയിക്ക് പോലും അറിഞ്ഞുകൂടായിരുന്നു. കൈകേയിക്ക് അറിയുമായിരുന്നെങ്കിൽ എങ്ങനെയാ ഇക്കാര്യം നടപ്പിലാക്കുക? മന്ധരെ, നീ ഒരു വഴി പെട്ടെന്ന് ആലോചിച്ച് കണ്ടെത്തി പറഞ്ഞു തരൂ എന്ന് ആവശ്യപ്പെടേണ്ട ഒരു കാര്യവുമില്ല. പണ്ട് എന്റെ അച്ഛൻ രാജ്യശുൽക്കം ചോദിച്ചല്ലോ, ദശരഥൻ രാജ്യശുൽക്കം പ്രതിജ്ഞ ചെയ്തല്ലോ, അത് ചോദിച്ചാൽ മതിയല്ലോ. എന്നാൽ ഞാൻ ഇപ്പോൾ രാജ്യശുൽക്കം ചോദിക്കുന്നുണ്ട് എന്ന് കൈകേയിക്ക് പറഞ്ഞാൽ മതി. കൈകേയി ഇത് അറിഞ്ഞിട്ടില്ല എന്നതിന്റെ തെളിവാണ്. കേകയൻ രാജ്യശുൽക്കം പരസ്യമായല്ല ചോദിച്ചത്, പിന്നെയോ അത് രഹസ്യമായി ചോദിച്ചു. എന്താണ് അത്? ചടങ്ങാണ്. കല്യാണം നടക്കുമ്പോൾ വധുവിന്റെ രക്ഷകർത്താവ് വരന്റെ രക്ഷകർത്താവിനോട് ശുൽക്കം ചോദിക്കും. എന്താണോ ചോദിക്കുന്നത് അത് വരന്റെ രക്ഷകർത്താവ് നൽകണം, അല്ലെങ്കിൽ വരൻ നൽകണം. എങ്കിൽ മാത്രമേ വിവാഹം നടക്കൂ. ഓരോരുത്തരും അവരവരുടേതായ രീതി അനുസരിച്ചിട്ട് ഓരോരോ കാര്യങ്ങളാണ് ശുൽക്കമായി ചോദിക്കുക. കേകയൻ ചോദിച്ചത് രാജ്യമാണ്. പക്ഷേ രാജ്യത്തിൽ അദ്ദേഹത്തിന് താല്പര്യമില്ല. തന്റെ മകളുടെ സന്താനത്തിന് രാജ്യം കിട്ടണമെന്നുള്ള താല്പര്യം അദ്ദേഹത്തിനില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ അത് പരസ്യമായി ചോദിക്കുമായിരുന്നു. ദ്രുപദ മഹാരാജാവ്, മഹാഭാരത കഥ, തന്റെ പുത്രിയായിരിക്കുന്ന ദ്രൗപദിക്ക് വിവാഹം തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രഖ്യാപനം നടത്തി, തന്റെ പുത്രി വീരശുൽക്കയാണ് എന്ന്. അതിന് അദ്ദേഹം ഒരു പരീക്ഷയും വെച്ച്, നമുക്കറിയാം ഇന്ദ്രക്കിളിയുടെ പരീക്ഷ. ആ പരീക്ഷ ജയിക്കുന്ന ആളുകളിൽ ആരെയാണോ ദ്രൗപദിക്ക് ഇഷ്ടം ആ ആളിനെ ദ്രൗപദി വരണമാല്യം ചാർത്തും. അപ്പോ സ്വയംവരത്തിനുള്ള യോഗ്യത എന്നുള്ളത് ഈ പരീക്ഷ ജയിക്കുക എന്നുള്ളതാണ്. കാരണം തന്റെ പുത്രി വീര്യശുൽക്കയാണ്.
അത് പരസ്യമായ പ്രഖ്യാപനം. നാടിന്റെ നാനാഭാഗത്ത് നിന്നിട്ട് വീരന്മാർ വന്നു ആ യന്ത്രക്കിളിയെ ഭേദിക്കാൻ. ആർക്കും വില്ലുപോലും എടുക്കാൻ പറ്റാതെ പരാജയപ്പെട്ട് മടങ്ങേണ്ടിയും വന്നു. ഇതേപോലെ സീതാദേവി വീര്യശുൽക്കയാണ് എന്ന് ജനകൻ പ്രഖ്യാപിച്ചു. അവിടെ മഹാദേവന്റെ വില്ലിരിപ്പുണ്ട്, ത്രയ്യംബകൻ. അത് ഞാണേറ്റുന്നവന് മാത്രമേ തന്റെ മകളെ നൽകൂ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. പലരും വന്നു, പരാജയപ്പെട്ടു പോയി. ജയിച്ചത് രാമനാണ്, നാം അത് നേരിട്ട് കണ്ടു. അങ്ങനെ ശുൽക്കം പരസ്യമായിട്ടാണ് സാധാരണ ചോദിക്കുക. കാരണം എന്താണോ ചോദിക്കുന്നത് അത് നിറവേറ്റപ്പെട്ടിരിക്കണം, അതിനു വേണ്ടിയിട്ടാണ് പരസ്യമായി ചോദിക്കുന്നത്. പക്ഷേ കേകയൻ രഹസ്യമായാണ് ചോദിച്ചത്. എന്തുകൊണ്ടെന്നാൽ മന്ധരയും കൈകേയിയും ഉൾപ്പെടെ ആരും അത് അറിഞ്ഞിരുന്നില്ല, ആർക്കും അറിയില്ല. ആകെ കേകയനും ദശരഥനും മാത്രം അറിയുന്ന കാര്യം. ഒരുപക്ഷെ കേകയൻ ചിന്തിച്ചിരിക്കാം, ദശരഥന് നേരത്തെ തന്നെ 2 പത്നിമാരുണ്ട്, എന്നിട്ട് 3ാമത്തെ പത്നിയായിട്ടാണ് താൻ തന്റെ പുത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. അറിയാം, തന്റെ പുത്രിക്ക് അവിടെ സ്ഥാനത്തിന് യാതൊരു കുറവും വരില്ല. മറ്റെല്ലാ പത്നിമാരുടെയും തുല്യ പദവി തന്റെ പുത്രിക്ക് ഉണ്ടാകും. പക്ഷേ സന്താനങ്ങൾ ആർക്കാണ് ആദ്യം ലഭിക്കുക? അതിപ്പോഴേ ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരുപക്ഷെ കൗസല്യക്കോ സുമിത്രയ്ക്കോ ഒരു സന്താനം ആദ്യം ജനിച്ചാൽ താൻ ഇപ്പോൾ ചോദിക്കുന്ന രാജ്യശുൽക്കം ദശരഥന് ബുദ്ധിമുട്ടായിത്തീരും. മൂത്ത മകനാണല്ലോ രാജ്യം കൊടുക്കേണ്ടത്. അപ്പോൾ അത് ദശരഥനെ വിഷമിപ്പിക്കും. ദശരഥൻ ഒന്നുകിൽ തനിക്ക് തന്ന വാക്ക് ലംഘിക്കേണ്ടി വരും, അല്ലെങ്കിൽ മൂത്ത മകന് രാജ്യം കൊടുക്കാതിരിക്കേണ്ടി വരും. രണ്ടായാലും അധർമ്മം തന്നെ. അങ്ങനെ ഒരു വിപത്തിലേക്ക് ധാർമ്മികനായ ഈ രാജാവിനെ എടുത്തെറിയാൻ പാടില്ല എന്നൊരു മുൻകരുതൽ ഒരുപക്ഷെ കേകയന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അതും അല്ലെങ്കിൽ അദ്ദേഹം തികച്ചും ചടങ്ങ് മാത്രമായിട്ട് ചോദിച്ചു, അത് നടപ്പിലാക്കണം എന്നുള്ള യാതൊരു വിചാരവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഈ രണ്ടിലൊരു സാധ്യതയാണുള്ളത്. ഏതായാലും ആരും അറിഞ്ഞിരുന്നില്ല. കേവലം ചടങ്ങിന് ചോദിച്ച ആ കാര്യം ഇവിടെ കൈകേയിക്ക് പോലും അറിയില്ല. അറിയുമായിരുന്നെങ്കിൽ, മന്ധരയ്ക്കും അറിയുമായിരുന്നെങ്കിൽ കൈകേയി ഇങ്ങനെ മന്ധരയോട് തിടുക്കപ്പെട്ട് പറയേണ്ട കാര്യമില്ല. എങ്ങനെയാണ്, ഏതുപായത്താലാണ് ഈ കാര്യം രാമനെ കാട്ടിലേക്ക് അയക്കുക, ഭരതനെ രാജാവാക്കുക എന്നുള്ളത് സാധിക്കാൻ കഴിയുക? അല്ലയോ മന്ധരെ, നീ ആലോചിച്ചിട്ട് പറഞ്ഞു കേൾപ്പിക്കൂ. മന്ധര അത് കേട്ടു. കേട്ടിട്ട് മന്ധര ചിരിച്ചു. മന്ധര ചിരിച്ചിട്ട് പറഞ്ഞു, അല്ലയോ കൈകേയി, യഥാർത്ഥത്തില് നീ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നതിനുള്ള കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്കറിയുന്ന കാര്യമാണല്ലോ ഇത്. ഏതാ 2 വരത്തിന്റെ കാര്യം പറയുക. ദേവാസുര യുദ്ധത്തിൽ ദശരഥൻ 2 വരങ്ങൾ കൈകേയിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് അതാണ് മന്ധര പറയുന്നത്. മന്ധരയ്ക്ക് അതേ അറിയാവൂ. അതിന് മന്ധര സാക്ഷിയുമല്ല. അത് ദേവലോകത്ത് വെച്ച് ആ യുദ്ധം അവസാനിക്കുന്ന അവസരത്തില് ദശരഥൻ ആ തേരിൽ ഇരുന്നു കൊണ്ട് കൈകേയിയോട് പറഞ്ഞതാണ്. കൈകേയിക്കും ദശരഥനും മാത്രമേ അറിയൂ. അത് തിരിച്ചു വന്നതിന് ശേഷം കൈകേയി മന്ധരയോട് പറഞ്ഞിരുന്നു. തന്നോട് 2 വരം ചോദിച്ചു കൊള്ളാൻ അദ്ദേഹം പറഞ്ഞു. എനിക്ക് വരത്തിന്റെ ആവശ്യമില്ലല്ലോ, കാരണം എല്ലാം ഇവിടെയുണ്ട്. സകലതും തന്ന അദ്ദേഹം സന്തോഷിപ്പിക്കുന്നു. പിന്നെ ഇനി എന്തിന് പ്രത്യേക ഒരു വരം? അതുകൊണ്ട് ഞാൻ അത് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, ആവശ്യം വരുമ്പോൾ ചോദിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. വേണ്ട എന്ന് പറഞ്ഞാൽ അതും ധിക്കാരമാകും. അതുകൊണ്ട് ആവശ്യം വരുമ്പോഴേക്കും ചോദിച്ചു കൊള്ളാം, അങ്ങ് അതുവരെ സൂക്ഷിച്ചേക്കുക എന്നിങ്ങനെ ഈ കാര്യം, ഈ കഥ മന്ധരയോട്, ജ്ഞാതിദാസിയോട് പറഞ്ഞിരുന്നു. അത് മന്ധര ഓർക്കുന്നുണ്ട്. അതാണ് മന്ധര ചോദിച്ചത്, അല്ലയോ കൈകേയി, നിനക്കറിയാലോ എങ്ങനെയാണ് ഈ കാര്യം നേടാൻ കഴിയുക എന്നുള്ളത്. പിന്നെ നീ എന്തിന് എന്നോട് ചോദിക്കുന്നു? ഞാൻ പറഞ്ഞാൽ മാത്രമേ നിനക്ക് ഉത്സാഹം വരൂ എന്നുണ്ടോ? എന്നാൽ ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പുരാ ദേവാസുരേ യുദ്ധേ സഹ രാജർഷിഭിസ്പതി അഗച്ഛത് ത്വാം ഉപാദായ ദേവരാജസ്യ സാഹ്യകൃത്. രാജർഷിയായിരിക്കുന്ന ദശരഥൻ പണ്ട്
ദേവലോകത്തിലേക്ക് പോയി. ദേവരാജാവ് ക്ഷണിച്ചതനുസരിച്ചിട്ട് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി അവിടെ വലിയ യുദ്ധം നടക്കുകയായിരുന്നു. ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ളതായ യുദ്ധം. അതിൽ ദേവന്മാരെ ആകെ പരവശരായി തീർന്നു. അങ്ങനെ വന്നപ്പോഴാണ് അവർ ഭൂമിയിൽ വന്ന് ദശരഥ മഹാരാജാവിനോട് സഹായം അഭ്യർത്ഥിച്ചത്. അങ്ങനെ ദശരഥ മഹാരാജാവ് മറ്റനേകം രാജർഷിമാരോടൊപ്പം വലിയ സൈന്യത്തോടൊപ്പം അവിടെ പോയി. അവിടെ പോയിട്ട് അദ്ദേഹം യുദ്ധം ചെയ്തു. ആ യുദ്ധത്തില് ഒരു ഘട്ടത്തിൽ യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് നടക്കുമ്പോൾ അസുരന്മാരുമായിട്ട് ദശരഥൻ നേരിട്ട് അനേകം അസുരന്മാരോട് യുദ്ധം ചെയ്യുമ്പോഴേക്കും തത്ര അകരോ മഹായുദ്ധം രാജ ദശരഥസ്തത. അപ്പോൾ മഹാരാജാവായ ദശരഥൻ ഭയങ്കരമായ യുദ്ധം അവരോട് ചെയ്തു. ആ അവസരത്തില് അസുരൈശ്ച മഹാബാഹു ശസ്ത്രൈശ്ച ശകലീകൃത. ആ അസുരന്മാരെല്ലാവരും അദ്ദേഹത്തെ വളഞ്ഞ് ആക്രമിച്ചിട്ട് അവരുടെ ആയുധങ്ങൾ കൊണ്ട് ദശരഥ മഹാരാജാവിനെ മുറിവേൽപ്പിച്ചു. ദശരഥ മഹാരാജാവ് മോഹാലസ്യപ്പെട്ട് തേർത്തട്ടിൽ വീണു. ഇനി അവരുടെ അമ്പുകള് ആയുധങ്ങള് ദശരഥന്റെ പ്രാണൻ അപഹരിക്കും. അന്ന് ദശരഥൻ പോകുമ്പോൾ നിന്നെയും കൂടെ ദേവലോകത്തേക്ക് കൊണ്ടുപോയല്ലോ ആ തേരില്. നീ ആ തേരിൽ ഉണ്ടായിരുന്നല്ലോ. നീ എന്ത് ചെയ്തു? ഉടനെ തന്നെ ആ തേരിനെ അവിടെ നിന്നിട്ട് പടക്കളത്തിൽ നിന്ന് തിരിച്ച് രാജാവിനെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി. അപ്പോൾ ആ അസുരന്മാരും അവിടെ വന്നു വീണ്ടും ആക്രമിക്കാനായിട്ട്. നീ അവിടെ നിന്നും രാജാവിനെ കുറെ കൂടി ഉറപ്പുള്ള സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി. അല്പനേരം വിശ്രമിച്ചു കഴിഞ്ഞപ്പോൾ രാജാവിന് ബോധം തെളിഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം നിന്നാൽ രക്ഷിതനാണ് എന്നറിയുന്നത്. അതിൽ അദ്ദേഹം സന്തോഷിച്ചു. നിന്നോട് 2 വരം ചോദിച്ചു കൊള്ളാൻ പറഞ്ഞു. അപ്പോഴാണ് നീ എനിക്ക് വരം ആവശ്യം വരുമ്പോൾ ചോദിച്ചു കൊള്ളാം, ഇപ്പോൾ അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചത്. തുടർന്നുള്ള യുദ്ധത്തില് ദശരഥൻ പരാക്രമത്തോടു കൂടിയിട്ട് തന്റെ വീരതയെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് ആ അസുരന്മാരെ നേരിട്ടു. അവരെല്ലാം സംഹരിച്ചു. ദേവലോകത്തെ രക്ഷിക്കുകയും ചെയ്തു. ദേവന്മാരാൽ ബഹുമാനിതനായിട്ട് നിന്നോടൊപ്പം ഭൂമിയിലേക്ക് മടങ്ങി വരികയും ചെയ്തു. ഇക്കഥ നീയാണല്ലോ എന്നോട് പറഞ്ഞ്. ഞാനത് ഓർക്കുന്നു. നീ മറന്നുപോയോ? നീ ഈ 2 വരങ്ങൾ ചോദിക്ക്. മന്ധര കൈകേയിയോട് പറയാണ്. എന്താ ചോദിക്കേണ്ടത്? രാമനെ കാനനത്തിലേക്ക് അയക്കണം, അതാണ് ഒരു വരം. ഭരതന് രാജ്യം കൊടുക്കണം, അതാണ് 2ാമത് വരം. ഇത് രണ്ടും ചോദിച്ചുകൊള്ളൂ എന്ന് മന്ധര കൈകേയിക്ക് വേണ്ടുന്നതായ വഴി പറഞ്ഞു കൊടുത്തു. ഇനി അതെങ്ങനെ ചോദിക്കണം? രാജാവ് ആ വാക്ക് പരിപാലിക്കത്തക്ക രീതിയിൽ രാജാവിന്റെ മനസ്സിനെ ആ പ്രകാരത്തിൽ എങ്ങനെ രൂപപ്പെടുത്തണം, ഇതെല്ലാം മന്ധര പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് നാളെ 8:30 ചർച്ച ചെയ്യാം. നാളെ എല്ലാവരും ഇതേപോലെ തന്നെ ഈ വാൽമീകി രാമായണ ചർച്ചയിലേക്ക് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ ബന്ധുജനങ്ങളെയും അതേപോലെ സുഹൃത്തുക്കളെയും അയൽവാസികളെയും എല്ലാം ഈ പവിത്രമായിരിക്കുന്ന നമ്മുടെ ഈ മഹാഗ്രന്ഥം അത് നേരിട്ട് പരിചയിക്കാനുള്ള ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തണം എന്ന് അറിയിച്ച് അവരെയെല്ലാം ക്ഷണിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതി പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ, വാൽമീകി മഹർഷിയുടെ പാദപങ്കജങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.